ആലപ്പുഴ കുട്ടനാട്ടിൽ LDF ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPIM പിന്തുണയോടെ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസ്. രാമങ്കരി പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമാകും. സംഭവത്തെപ്പറ്റി അറിയില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. കുട്ടനാട്ടിൽ CPIM ഇന്ന് അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നുമുണ്ട്. മനീഷ് മഹിപാൽ നൽകും ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. മനീഷ്, ഇതെന്താണ് ഈ അസാധാരണ സാഹചര്യം? എന്താണ് LDFന് ഭരണം നഷ്ടമാകാനിടയുള്ള വിഷയം? പ്രജിത്ത്, മാസങ്ങൾക്ക് മുൻപാണ് രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാർ പാർട്ടി പ്രവർത്തനങ്ങളുമായി വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒപ്പം തന്നെ അവിടെ കുട്ടനാട്ടിൽ മാത്രം 200ഓളം പേർ പാർട്ടി മെമ്പർമാർ CPIയിലേക്ക് പോയ സാഹചര്യം ഉണ്ടായത്. ഇതിന് നേതൃത്വം നൽകിയത് വിമത നേതാവ് CPIയുമായി നിലവിൽ അകന്നു നിൽക്കുന്ന രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ ആണെന്ന് ആരോപിച്ചുകൊണ്ടാണ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നിലവിലത്തെ LDF ഭരണസമിതി, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റുമെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അവിടെ 3 അംഗങ്ങൾ, CPIന്റെ 3 അംഗങ്ങൾ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഈ നോട്ടീസിൽ ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടായത്. 13 പഞ്ചായത്തിൽ അംഗബലത്തിൽ 7 പേരും ഇതിനെ പിന്തുണയ്ക്കുന്നതോടെ LDFന് ഭരണം നഷ്ടമാകും. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് കൈകളിലേക്ക് LDF ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിന്റെ ഭരണം എത്തും. അതായത് ഒരു വിമത നേതാവിനെ പുറത്താക്കാൻ കുട്ടനാട്ടിൽ CPIന്റെ ശക്തി കേന്ദ്രത്തിൽ അവർ ഭരിക്കുന്ന പഞ്ചായത്ത് പോലും മറിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിനെതിരെ നിലവിൽ കുട്ടനാട് ഏരിയ സെക്രട്ടറി പ്രതികരിക്കുന്നത് ഇത് പാർട്ടിയുടെ അറിവോടുകൂടിയോ പാർട്ടിയുടെ അനുമതിയോ ഇല്ലാതെയാണ് CPIന്റെ അംഗങ്ങൾ ഇത്തരത്തിൽ അവിശ്വാസത്തെ പിന്തുണച്ചത്, ഒപ്പിട്ടതെന്നാണ്. ഇതിനെപ്പറ്റി അറിയില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി R. നാസറും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ കുട്ടനാട്ടിലെ വലിയ വിഭാഗീയ പ്രശ്നങ്ങളെല്ലാം ഒടുവിൽ കോൺഗ്രസിന് അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ രാജേന്ദ്രകുമാറും മറ്റു ആളുകളും CPIയിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തോടു കൂടിയാണ് CPIയുമായി അടുത്തത്. പക്ഷേ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അദ്ദേഹത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് അയോഗ്യനാക്കപ്പെടും എന്ന സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നിലവിൽ CPIന്റെ പാർട്ടി വിടാതെ രാജേന്ദ്രകുമാർ CPIൽ തന്നെ നിൽക്കുന്നത്. പക്ഷേ രാജേന്ദ്രകുമാർ വിമത നീക്കങ്ങൾ നടത്തുന്നു. ഇത്തരത്തിൽ ആളുകളെ CPIൽ നിന്ന് കൊണ്ടുപോകാനുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ ഇത്തരത്തിൽ കോൺഗ്രസുമായി കൈകോർത്തുകൊണ്ട് രാമങ്കരി പഞ്ചായത്തിൽ CPIM അവിടെ കോൺഗ്രസുമായ അവിശ്വാസ പ്രമേയത്തിലേക്ക് നീങ്ങുന്നത്. എന്താണെങ്കിലും 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് അവിടുത്തെ താലൂക്ക് BDO ഇത് ഏത് ദിവസമായിരിക്കും ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുക എന്ന് അറിയും. അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ തന്നെ രാമങ്കരി പഞ്ചായത്തിൽ LDF ഭരിക്കുന്ന ഭരണസമിതിക്കെതിരെ CPIM പിന്തുണയോടെ തന്നെ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയം വന്നാൽ അത് പാസ്സാകാനാണ് സാധ്യത. അങ്ങനെ ഉണ്ടായാൽ അവിടെ LDFന് ഭരണം നഷ്ടമാകും. ശരി, LDFന് ഭരണം നഷ്ടമാകുന്ന രീതിയിൽ CPIയുമാണ് കോൺഗ്രസുമായി അവിശ്വാസ പ്രമേയത്തിന് ശ്രമിക്കുന്നതെന്നാണ് രാമങ്കരി പഞ്ചായത്തിലെ അസാധാരണ സാഹചര്യം. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.